ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 7-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ദാവീദിൻ്റെ ഹൃദയം തകർന്നുള്ള ഈ പ്രാർത്ഥന കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി നാം ധ്യാനിച്ച് ചിന്തിച്ചു വരികയാണ്. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ദാവീദിനെ പാപം വേട്ടയാടിക്കൊണ്ടിരുന്നു. ദാവീദിനെ ശാപം വേട്ടയാടിക്കൊണ്ടിരുന്നു. ദാവീദിനെ ശത്രുക്കൾ വേട്ടയാടിക്കൊണ്ടിരുന്നു. ദാവീദിനെ ശൗൽ വേട്ടയാടി. ദാവീദിനെ ഗോലിയാത്ത് വേട്ടയാടി. ദാവീദിനെ അനേകം ദുഷ്ട ഭീകര വിരൂപികൾ വേട്ടയാടി. ദാവീദിൻ്റെ ജീവിതത്തിൽ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ സ്വന്തം മകൻ ദാവീദിനെ വേട്ടയാടി. അബ്ശാലോം കുമാരൻ വേട്ടയാടി. ദാവീദിനെ അനേകം ദുരിതങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും വേട്ടയാടിക്കൊണ്ടിരുന്നു. ദാവീദ് അമ്പരപ്പിൽ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമായ യഹോവേ, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. മനുഷ്യനെ പാപം വേട്ടയാടുന്നുണ്ട്. അതാണ് തിരുവചനം പറയുന്നത്. സംഖ്യാപുസ്തകം 32:23 നിങ്ങളുടെ പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഇംഗ്ലീഷ് ബൈബിളിൽ നാം വായിച്ചു, ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും നിന്റെ പാപം നിന്നെ കണ്ടെത്തും. പുതിയ നിയമത്തിൽ ഗലാത്യ ലേഖനം 6:7 നാം വായിച്ചു, വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ആസ് യു സോ യു റീപ്പ്. വിതച്ചാൽ അത് തന്നെ കൊയ്യും. വിതച്ചാൽ അതിലേറെ കൊയ്യും. വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. പാപത്തിന് ശിക്ഷയുണ്ട്. പാപം നമ്മെ കണ്ടെത്തും. പാപം നമ്മെ കണ്ടെത്തുന്നതിന് മുൻപ് നാം പാപത്തെ കണ്ടെത്തി ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ഉപേക്ഷിച്ച് പാപക്ഷമ പ്രാപിക്കുകയാണ് നമുക്ക് ആവശ്യം. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ബൈ ഹ്യൂമൻ ലോസ്. മാനുഷിക നിയമങ്ങളാൽ പാപം നിന്നെ കണ്ടെത്തും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ ബോഡി. ശരീരത്തിൽ രോഗമായി പാപം നിന്നെ കണ്ടെത്തും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ കോൺഷ്യൻസ്. മനസാക്ഷിയിൽ പാപം നമ്മെ കണ്ടെത്തും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവികാല തലമുറകളിൽ പാപം നമ്മെ കണ്ടെത്തും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഇറ്റേണിറ്റി. നിത്യതയിൽ പാപം നിന്നെ കണ്ടെത്തും, നമ്മെ കണ്ടെത്തും. പാപത്തിന് നിത്യ ശിക്ഷാവിധിയുണ്ട്. പാപം മാനുഷിക ദൈവങ്ങളാൽ നമ്മെ കണ്ടെത്തും. പാപം ശരീരത്തിൽ രോഗമുണ്ടാക്കും. പാപം മാനസിക വൈകല്യങ്ങളുണ്ടാക്കും. പാപം ഭാവികാല തലമുറകളിൽ നമ്മെ കണ്ടെത്തുകയും നമ്മുടെ മക്കളും മക്കളുടെ മക്കളും ശിക്ഷ അനുഭവിക്കുകയും ചെയ്യാൻ കാരണമായി തീരും. പാപം നിത്യതയിൽ ന്യായവിധിയായി നമ്മെ കണ്ടെത്തും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആശ്വാസകരമായൊരു വചനമുണ്ട് വേദപുസ്തകത്തിൽ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇൻ ക്രൈസ്റ്റ് നോ കണ്ടംനേഷൻ. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പ്രിയപ്പെട്ടവരെ, പാപം നമ്മെ കണ്ടെത്തും, സത്യം. പാപത്തിന് ഇഹത്തിൽ ശിക്ഷയുണ്ട്, വാസ്തവം. പാപത്തിന് നമ്മുടെ മരണത്തിന് ശേഷവും നമ്മെ കണ്ടെത്തുവാനും ശിക്ഷയ്ക്ക് വിധിക്കുവാനും കഴിയും, സത്യം. എന്നാൽ ഇപ്പോൾ ശിക്ഷാവിധി ഇല്ലാതാകാം. ഈ നിമിഷം തന്നെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവരാകാം. ഈ നിമിഷം തന്നെ ശിക്ഷയിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന്, ശിക്ഷയുടെ ഭീകരമായ ആക്രമണത്തിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാം. എന്തുകൊണ്ട്? ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇൻ ക്രൈസ്റ്റ് നോ കണ്ടംനേഷൻ. യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന് കൊടുക്കാവുന്ന ഒരു പേരുണ്ട്. ഇറ്റ് ഇസ് ദ ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം. അത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ വിളംബരമാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തെക്കുറിച്ച് വേദവ്യാഖ്യാതാക്കൾ
വേദപണ്ഡിതന്മാർ നിഷ്കർഷിച്ച് പറയുന്ന വാക്ക് അത് സ്വാതന്ത്ര്യത്തിൻ്റെ വിളംബരമാണെന്നാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണെന്നാണ്. സ്വാതന്ത്ര്യം 1939 രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചു. യുദ്ധം ഭീകരമായി നടന്നുകൊണ്ടിരുന്നു. അമേരിക്കൻ പ്രസിഡൻ്റായ റൂസ്വെൽറ്റ് അന്ന് യൂറോപ്പിൽ യുദ്ധരംഗത്ത് വന്ന് ഒരു ശ്രദ്ധേയമായ, വിജ്ഞേയമായ, ഹൃദയസ്പൃക്കായ പ്രസംഗം ചെയ്തു. റൂസ്വെൽറ്റ് ചെയ്ത പ്രസംഗം അതിൽ ഊന്നി പറഞ്ഞു, മനുഷ്യനിന്ന് സ്വാതന്ത്ര്യമാണ് ആവശ്യം. സ്വാതന്ത്ര്യം, മനുഷ്യന് 4 കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം വേണം എന്ന് റൂസ്വെൽറ്റ് അന്ന് പറഞ്ഞു. 1, ഫ്രീഡം ഓഫ് സ്പീച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യം. അവനവൻ്റെ അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് സ്പീച്ച്. അഭിപ്രായ സ്വാതന്ത്ര്യം മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. അവൻ്റെ സ്വന്തം ആശയങ്ങൾ പറയുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം. 2, ഫ്രീഡം ഓഫ് വർഷിപ്പ്, ആരാധനാ സ്വാതന്ത്ര്യം മനുഷ്യന് വേണം. ആരെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് വേണം, ഫ്രീഡം ഓഫ് വർഷിപ്പ്. 3, ഫ്രീഡം ഫ്രം വാണ്ട്, ആവശ്യങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ആവശ്യങ്ങളിൽ നിന്ന്, ഭാരങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ആവശ്യഭാരങ്ങളിൽ നിന്ന് മനുഷ്യന് സ്വാതന്ത്ര്യം ആവശ്യമാണ്. ഈ ലോക ജീവിതത്തിൽ പല പല ആവശ്യങ്ങളുണ്ട്. ഫ്രീഡം ഫ്രം വാണ്ട്, ഈ ലോക ജീവിതത്തിൽ പല പല കാര്യങ്ങൾ മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ടുണ്ട്. അവയിൽ നിന്നെല്ലാം ഒരു സ്വാതന്ത്ര്യം മനുഷ്യന് വേണം. 4, ഫ്രീഡം ഫ്രം ഫിയർ, ഭയത്തിൽ നിന്ന് മനുഷ്യന് സ്വാതന്ത്ര്യം വേണം. ഭയം, മനുഷ്യനെ അലട്ടുന്ന ഭയം ധാരാളം കാരണങ്ങളാൽ ഉണ്ട്. മനുഷ്യനെ ഭയം അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഭയം പിടികൂടുന്നുണ്ട്, ഭയം മനുഷ്യനെ ബന്ധിക്കുന്നുണ്ട്. മനുഷ്യൻ ഭയത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിമുക്തനാകേണ്ടിയിരിക്കുന്നു. ഫ്രീഡം ഫ്രം ഫിയർ. 4 തരം സ്വാതന്ത്ര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, റൂസ്വെൽറ്റ് അന്ന് 1941 ചെയ്ത ആ പ്രസംഗത്തിൽ പറഞ്ഞ 4 തരം സ്വാതന്ത്ര്യങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠമായ ചില സ്വാതന്ത്ര്യങ്ങളാണ് റോമർ ലേഖനം 8-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ അപ്പോസ്തലനായ സെൻറ്റ് പോൾ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്തെല്ലാമാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വിളംബരം എന്ന് പറയുന്ന, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം എന്ന് പറയുന്ന ആ 8-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്ന സ്വാതന്ത്ര്യങ്ങൾ. ഫ്രീഡം ഫ്രം ജഡ്ജ്മെൻറ്റ്, ശിക്ഷയിൽ നിന്ന് മോചനം, ശിക്ഷാവിധിയിൽ നിന്ന് മോചനം, ന്യായവിധിയിൽ നിന്ന് മോചനം. ഫ്രീഡം ഫ്രം ജഡ്ജ്മെൻറ്റ് മനുഷ്യന് അത്യന്താപേക്ഷിതമാണത്. ജഡ്ജ്മെൻറ്റിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന് മനുഷ്യന് സ്വാതന്ത്ര്യം വേണം. 2, ഫ്രീഡം ഫ്രം ഡിഫീറ്റ്, തോൽവിയിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം, തോൽപ്പിക്കപ്പെടുന്നതിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. ഫ്രീഡം ഫ്രം ഡിഫീറ്റ്. 3-ാമത്തേത് എന്താണ്? ഫ്രീഡം ഫ്രം ഫ്രസ്ട്രേഷൻ, നിരാശയിൽ നിന്ന് മനുഷ്യന് സ്വാതന്ത്ര്യം വേണം. ഫ്രീഡം ഫ്രം ഫ്രസ്ട്രേഷൻ. 4-ാമത്തേത് എന്താണ്? ഫ്രീഡം ഫ്രം ഫിയർ, ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. റൂസ്വെൽറ്റ് പറഞ്ഞ 4-ാമത്തെ കാര്യം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ 4-ാമത്തെ കാര്യമായി പറയുന്നുണ്ട്, ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. പ്രിയപ്പെട്ടവരെ, ആർക്കാണിത് കിട്ടുന്നത്? ഫ്രീഡം ഫ്രം ജഡ്ജ്മെൻറ്റ് ആർക്കാണ്? ന്യായവിധിയിൽ നിന്ന് മോചനം കിട്ടുന്നത് ആർക്കാണ്? ഫ്രീഡം ഫ്രം ഫ്രസ്ട്രേഷൻ, നിരാശയിൽ നിന്ന് മോചനം ആർക്കാണത് കിട്ടുന്നത്? ഫ്രീഡം ഫ്രം ഡിഫീറ്റ്, തോൽവിയിൽ നിന്ന് മോചനം ആർക്കാണത് കിട്ടുന്നത്? ഫ്രീഡം ഫ്രം ഫിയർ, ഭയത്തിൽ നിന്ന് മോചനം ആർക്കാണത് കിട്ടുന്നത്? ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഈ സ്വാതന്ത്ര്യമെല്ലാം യേശു ക്രിസ്തുവിലുള്ളവർക്ക് ലഭിക്കും. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ 22-ാം വാക്യത്തിൽ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വീണ്ടും പ്രഖ്യാപിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 22-ാം വാക്യം, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. 1, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. 2, ദൈവത്തിന് ദാസൻ. 3, വിശുദ്ധീകരണം അനുഭവം. 4, നിത്യജീവൻ. സ്വാതന്ത്ര്യം,
എന്താണ് സ്വാതന്ത്ര്യം? ആർഷഭാരതത്തിൻ്റെ പ്രാക്തനമായ സനാതനമായ ഒരു വലിയ ആശയം ഉപഗൂഹനം ചെയ്യപ്പെട്ടിരിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. എന്താണെന്നോ? ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ആൻഡ് ലിബർട്ടി. എന്താണ് ഇക്വാലിറ്റി? സമത്വം വേണം. ഫ്രറ്റേണിറ്റി, സാഹോദര്യം വേണം. ആൻഡ് ലിബർട്ടി, സ്വാതന്ത്ര്യം വേണം. ഭാരതത്തിൻ്റെ ഈ 3 ആശയപ്രകർഷങ്ങളിൽ തിങ്ങി നിൽക്കുന്ന മഹത്തായ ഒരു നാദബ്രഹ്മം തന്നെയാണ് പൂർവികരായ ഭാരതത്തിലെ ചിന്തകന്മാർ പ്രദാനം ചെയ്തത്. ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ആൻഡ് ലിബർട്ടി. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണ്ടത് സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം അത് ദുസ്വാതന്ത്ര്യം ആകരുത്. പിന്നെ എന്താണ് സാക്ഷാലുള്ള സ്വാതന്ത്ര്യം? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് സാക്ഷാലുള്ള സ്വാതന്ത്ര്യം. നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് കർത്താവ് പറഞ്ഞു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. കർത്താവായ യേശുക്രിസ്തു, നിത്യനായ ദൈവത്തിൻ്റെ ഏകജാതനായ തിരുക്കുമാരൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. മനുഷ്യൻ കാണുന്ന സ്വാതന്ത്ര്യങ്ങളെല്ലാം സാക്ഷാലുള്ള സ്വാതന്ത്ര്യങ്ങളല്ല. ആന്തരികമായ മോചനം, ആന്തരികമായ മുക്തി, ആന്തരികമായ വിമോചനം, ആന്തരികമായ വിമുക്തി, ആന്തരികമായ സ്വാതന്ത്ര്യം അത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അത് ശിക്ഷയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അത് ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അത് നിരാശയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അത് ആകുലങ്ങളിൽ നിന്നും ആവലാധികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. മനുഷ്യൻ ഈ ലോകത്തോടവനെ കെട്ടിയിടുന്നതായ ഭയങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നും ആകുലങ്ങളിൽ നിന്നും ആവലാധികളിൽ നിന്നും പാപത്തിൽ നിന്നും വെറുമയിൽ നിന്നും തിന്മയിൽ നിന്നും പൈശാചികന്റെ ബന്ധനങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതാണ് നിത്യനായ ദൈവപുത്രൻ നമുക്ക് തരുന്നതായ മഹത്തായ രക്ഷയുടെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം. സഹോദരീ സഹോദരങ്ങളെ, നമുക്ക് സ്വാതന്ത്ര്യം വേണം. ദുസ്വാതന്ത്ര്യം അല്ല നമുക്ക് വേണ്ടത്. നാം റോഡേ നടന്നു പോകുന്നു. റോഡിൻ്റെ ഇടതുവശം ചേർന്ന് നടക്കണമെന്നാണ് നിയമം. എന്നാൽ ഒരാൾ പറയുന്നു, എനിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഏതിലേയും നടക്കും. അയാൾ തലങ്ങും വിലങ്ങും നടന്നാൽ അത് ദുസ്വാതന്ത്ര്യമാണ്. അത് സാക്ഷാൽ സ്വാതന്ത്ര്യമല്ല. അത് അഹങ്കാരമാണ്, അത് ധിക്കാരമാണ്, അത് സമൂഹത്തിൻ്റെ മനസാക്ഷിയുടെ നേരെയുള്ള വെല്ലുവിളിയാണ്. അതല്ല സ്വാതന്ത്ര്യം. വ്യക്തമായ വ്യവസ്ഥാപിതമായ നിയമങ്ങളെ തെറ്റിക്കുന്നത് സ്വാതന്ത്ര്യമല്ല. നിയമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് നിന്ന് അവനവൻ്റെ ഹൃദയത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് മോചനം നേടുന്നതാണ് സ്വാതന്ത്ര്യം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പ്രിയപ്പെട്ടവരെ, സാക്ഷാലുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണം. സാക്ഷാലുള്ള പാപത്തിൽ നിന്നുള്ള മോചനം നമുക്ക് വേണം. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണം. പാപം നമ്മെ കെട്ടിയിടരുത്. സാത്താൻ നമ്മെ ബന്ധിച്ചിടരുത്. പൈശാചിക ശക്തി നമ്മെ ബന്ധിക്കരുത്. പൈശാചിക ശക്തി ബന്ധിച്ചാൽ ആ ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സ്വഭാവത്തിൽ പിശാച് കയറിക്കൂടി അവൻ നമ്മെ സ്വാധീനം ചെയ്ത് പൈശാചികമായ വിചാരങ്ങളും വികാരങ്ങളും നമ്മുടെ ഉള്ളത്തിൽ നിക്ഷേപിച്ച് നമ്മെ ബന്ധിക്കുന്നത് സാത്താന് കൗതുകമാണ്. അവൻ്റെ ഉദ്യമം അതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെയ്തികളെയും നമ്മുടെ വാക്കുകളെയും നമ്മുടെ ചിന്തകളെയും നിയന്ത്രിക്കുവാൻ പിശാച് തമ്മിൽ അധികാരം ചെലുത്തുന്ന പൈശാചികമായ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. 8-ാം അധ്യായം റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നാം തുടർന്ന് വായിക്കുന്നു, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമായ റോമർ ലേഖനം 8-ാം അധ്യായത്തിൽ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾ ശാന്തമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. സാക്ഷാലുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങളുടെ തിന്മകളിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ? നിങ്ങളുടെ വാശിയിൽ നിന്നും വൈരാഗ്യത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം കിട്ടിയോ? നിങ്ങളുടെ ദുഷ്ടതയിൽ നിന്നും നിഷ്ഠൂരതയിൽ നിന്നും ക്രൗര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം കിട്ടിയോ? നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയും പിശാചിന് ഇടം കൊടുത്തതായ പാപങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും ദുശ്ശീലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം കിട്ടിയോ? അനേകര് പാപം അവരെ വലിച്ചു കൊണ്ടുപോകുന്നത് അറിയുന്നില്ല. മദ്യം അവരെ ബന്ധിച്ചു കൊണ്ടുപോകുന്നു. മദ്യപാന ആസക്തി അവരെ ബന്ധിച്ചു കൊണ്ടുപോകുന്നു. കഞ്ചാവ് മനുഷ്യനെ ബന്ധിച്ചു കൊണ്ടുപോകുന്നു. കഞ്ചാവിലേക്കുള്ള ആകർഷണം മനുഷ്യനെ ബന്ധിച്ചു കൊണ്ടുപോകുന്നു.
വഴക്കും പിണക്കവും വൈരാഗ്യവും പകയും വിദ്വേഷവും പ്രതികാര ചിന്തയും മനുഷ്യനെ ബന്ധിച്ചുകൊണ്ട് പോകുന്നു. ലൈംഗികമായ ഹീനമായ ആസക്തികളും ലൈംഗിക വൈകൃതങ്ങളും മനുഷ്യനെ ബന്ധിച്ചുകൊണ്ട് പോകുന്നു. മോഷണത്തിനുള്ള ആസക്തിയും കവർച്ചയ്ക്കുള്ള താല്പര്യവും മനുഷ്യനെ ബന്ധിച്ചു കൊണ്ടുപോകുന്നു. അനധികൃതമായും അനാവശ്യമായും പൈസ സമ്പാദിക്കുവാനും ഹീനമായി പൈസ ചെലവഴിക്കുവാനുള്ള വാസനകൾ മനുഷ്യനെ ബന്ധിച്ചു കൊണ്ടുപോകുന്നു. മനുഷ്യൻ ഇന്ന് പല പല ദുസ്വഭാവങ്ങൾക്കും പൈശാചിക പ്രവണതകൾക്കും അടിമയാണ്. മനുഷ്യൻ ഇന്ന് സാത്താൻ്റെ ബന്ധനത്തിൽപ്പെട്ട് ഉഴലുകയാണ്. സ്നേഹിതരെ, ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ഏതിനെല്ലാം അടിമകൾ എന്ന് അവനവനൊന്ന് കണ്ടെത്തുന്നത് നല്ലതാണ്. ഏതെല്ലാം ശീലങ്ങൾക്ക് ഞാൻ അടിമയാണ്, ഏതെല്ലാം സ്വഭാവങ്ങൾക്ക് ഞാൻ അടിമയാണ്, ഏതെല്ലാം പ്രകൃതങ്ങൾക്ക് ഞാൻ അടിമയാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കാരണം ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, പരിശുദ്ധാത്മാവിൻ്റെ അപ്രമേയമായ ശക്തി മനുഷ്യനിൽ ഇറങ്ങി ആവസിച്ച് അവനെ പാപത്തിൽ നിന്ന് മുക്തനാക്കിയിരിക്കുന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത കൃപ, അത്ഭുത ശക്തി ഈ മനുഷ്യൻ്റെ ഉള്ളത്തിലേക്ക് ചൂഴ്ന്നിറങ്ങി അവനെ പാപത്തിൻ്റെ ഭീകരമായ സ്വാധീന വലയത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. ഈ റോമർ ലേഖനം 8-ാം അധ്യായത്തിൽ വിടുതൽ എന്ന പദം, സ്വാതന്ത്ര്യം എന്ന അർത്ഥത്തിലുള്ള പദങ്ങൾ ധാരാളം പ്രാവശ്യം നമുക്ക് വായിക്കാൻ സാധിക്കും. മോചനം, വിടുതൽ, വിമുക്തി, സ്വാതന്ത്ര്യം എന്നിവ ആവർത്തിച്ച് അപ്പോസ്തലൻ ഇതിൽ പറയുന്നുണ്ട്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, നിരാശയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ വിവിധ വിഷയങ്ങളിൽ തോറ്റുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ തോൽവികളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ശിക്ഷയിൽ നിന്ന് മോചനം പ്രാപിക്കുന്ന കാര്യം റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മോചനം കിട്ടിയിട്ടുണ്ടോ എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുക. എനിക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? സ്വാതന്ത്ര്യം വേണമെന്ന് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ ആഗ്രഹിക്കുന്നു. സംസ്കാരഭദ്രമായ ജീവിതം നയിക്കാൻ കൊതിക്കുന്നൊരു മനുഷ്യൻ, ഈ ആധുനിക തലമുറയിൽ ജീവിക്കുന്ന മനുഷ്യൻ പണ്ടത്തെ കാട്ടാളന്മാരെ പോലെയോ പഴയകാലത്തെ കിരാതന്മാരെ പോലെയോ നരഭോജികളെ പോലെയോ അല്ല. മനുഷ്യൻ ഇന്ന് അവന് സ്വാതന്ത്ര്യം വേണമെന്ന് കൊതിക്കുന്നു. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനുഷ്യൻ പടവെട്ടുന്നു. നമ്മുടെ ഭാരതഭൂമി തന്നെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിമത്വത്തിൽ എത്രയോ വർഷങ്ങൾ കിടന്നതാണ്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി അർദ്ധരാത്രിക്ക് ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം ലഭിച്ചു. വിദേശീയ മേധാവിത്വത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനം ഭാരതഭൂമി നേടിയെടുത്തു. പക്ഷേ മനുഷ്യൻ ആന്തരിക സ്വാതന്ത്ര്യം പ്രാപിച്ചില്ലെന്നുള്ളതാണ് വസ്തുത. ചില ആശയങ്ങളുടെ അടിമത്തത്തിൽ മനുഷ്യൻ കഴിയുകയാണ്. ചില പാപങ്ങളുടെ അടിമത്തത്തിൽ മനുഷ്യൻ കഴിയുകയാണ്. വർഗീയതയുടെയും മതവിദ്വേഷത്തിൻ്റെയും അടിമത്തത്തിൽ മനുഷ്യൻ കഴിയുകയാണ്. കിരാതമായ ആശയങ്ങളും മനുഷ്യനെ നശിപ്പിക്കുന്നതായ സ്വഭാവങ്ങളും ഇന്ന് അനേകരെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. കൊള്ളരുതായ്മകളും വൃത്തികേടുകളും ഹീനമായ ജീവിതവും ഇന്ന് മനുഷ്യനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ സ്വാതന്ത്ര്യമില്ലാതിരിക്കുകയാണ്. സ്വാതന്ത്ര്യം വരുത്തി ആര്? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായി ഇതിൻ്റെ പാപം നിന്നെ കണ്ടെത്തും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഇറ്റേണിറ്റി. നിത്യതയിൽ പാപം നിന്നെ കണ്ടെത്തും. എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നു, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. മനോഹരമായ ഒരു ഉദാഹരണ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു എന്നാണ് ആ കഥ. വനത്തിലൂടെ നടന്നു പോവുകയാണ്. ആ വനത്തിലൂടെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ധാരാളം മൃഗങ്ങളും പക്ഷികളുമെല്ലാം ഉള്ള ആ വനത്തിൽ പെട്ടെന്ന് ആ മനുഷ്യൻ കണ്ടു ഒരു വലിയ കാട്ടുതീ. കാട്ടുതീ പടർന്ന് കയറി വരികയാണ്. ആളി പടർന്ന് കത്തി ജ്വലിച്ച് കാടിനെ കത്തിച്ചുകൊണ്ട് ഇതാ കാട്ടുതീ അടുത്തടുത്ത് വരികയാണ്. ആ മനുഷ്യൻ പെട്ടെന്ന് പിറകോട്ട് ഓടി രക്ഷപ്പെടാൻ. പക്ഷേ പിറകിലും കാട്ടുതീ വരുന്നു. കാട്ടുതീ വലത്തോട്ട് നോക്കി, അവിടെയും കാട്ടുതീ, ഇടത്തോട്ട് നോക്കി, അവിടെയും കാട്ടുതീ. പാവം അയാൾ നോക്കിയപ്പോൾ വൻമരങ്ങൾ പോലും കത്തി അമരുന്നു. മരച്ചില്ലകളിൽ ചേക്കേറിയിരുന്ന പക്ഷികൾ ചിറകുകരിഞ്ഞ് താഴെ വീണ് പിടയുന്നു, ചാകുന്നു. അനേകം മൃഗങ്ങൾ, കാടിനെ വിറപ്പിച്ചു കൊണ്ടിരുന്ന ഹിംസ്ര മൃഗങ്ങൾ പോലും കത്തിക്കരിയുന്നു. ആ മനുഷ്യൻ മനസ്സിലാക്കി, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞാനും
ഈ ഘോരമായ തീയിൽ കത്തി അമരും. ഒരു പിടിച്ചാരമായി ഞാൻ മാറും. എന്തു വേണ്ടു? പെട്ടെന്നൊരു ചെറിയ ബുദ്ധി. ആ മനുഷ്യൻ, അവൻ്റെ കയ്യിൽ ഒരു തീപ്പെട്ടി ഉണ്ടായിരുന്നു എന്നാണ് കഥ. അവൻ നോക്കി, വലിയ കാടൊന്നുമില്ല, പൊന്തക്കാട്, പുല്ല് മാത്രം ഉണങ്ങി നിൽക്കുന്നൊരു കാട് അടുത്തുണ്ട്. വിശാലമായൊരു ഭാഗം മുഴുവൻ പുൽക്കാടാണ്. അയാൾ ആ തീപ്പെട്ടി ഉരച്ചു, പുൽക്കാടിന് തീ കൊടുത്തു. ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്ന പുല്ല് പെട്ടെന്ന് പെട്ടെന്ന് കത്തി അമർന്നു. അവിടെ പിന്നെ തീക്കനലില്ല, വെറും പുല്ലല്ലേ, തീ കനലില്ല. അവിടെ ഒരു പിടി ചാരം മാത്രം. അവിടെ പിന്നെ ചാരത്തിന് ചൂടില്ല, കനലായി ജ്വലിക്കാനും എരിയാനും മറ്റൊന്നുമില്ല അവിടെ. ആ മനുഷ്യൻ, അയാൾ കത്തി തീർന്ന് ആ ഭാഗത്തേക്ക് കയറി നിന്നു. ഇതൊരു ഉദാഹരണ കഥയാണ് പ്രിയപ്പെട്ടവരെ. കത്തി തീർന്ന ഭാഗത്ത് ഇനി കത്താൻ ഒന്നുമില്ല. അവിടെ അയാൾ കയറി നിന്നു. അപ്പോഴുണ്ട് കാട്ടുതീ ആളി പടർന്ന് അടുത്തേക്ക് വരുന്നു. പക്ഷേ ഈ മനുഷ്യൻ നിൽക്കുന്നിടത്തേക്ക് കാട്ടുതീ വരുന്നില്ല. എന്താണ് കാരണം? അവിടെ കത്താൻ ഒന്നുമില്ല. സഹോദരീ സഹോദരങ്ങളെ, അവിടെ കത്തിത്തീരാൻ ഒന്നുമില്ല. കത്തി തീർന്നു കഴിഞ്ഞു. അവിടെ ഇനി കത്താൻ ഒരു പുൽനാമ്പ് പോലുമില്ല. എല്ലാം കത്തി തീർന്നു. അവിടെ കനലില്ല, തീക്കട്ടയില്ല, എല്ലാം കത്തി തീർന്ന് പുല്ല് ഒരു പിടി ചാരമായി അവിടെ അവശേഷിച്ചിരിക്കുകയാണ്. ആ മനുഷ്യൻ അവിടെ സുരക്ഷിതനായി നിന്നു. ചുറ്റും വൻമരങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നു, ചുറ്റും വലിയ കാടുകൾ കത്തിക്കൊണ്ടിരിക്കുന്നു, ചുറ്റും വൻമൃഗങ്ങൾ കത്തി ചാമ്പലായി തീരുന്നു. പക്ഷേ ഈ മനുഷ്യൻ നിൽക്കുന്നിടത്തേക്ക് തീ വരുന്നില്ല. കാരണം അവിടെ കത്തി തീർന്നിരിക്കുന്നു. എന്താണ് ഈ ഉദാഹരണ കഥ അർത്ഥമാക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഗോകുൽത്തായിൽ വെന്തെരിഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാനായാൽ, മകനെ നീ ആയി തീർന്നാൽ, മകളെ നിന്റെ ജീവിതം ക്രിസ്തുവിനുള്ളിലായാൽ, അവിടം ഒരിക്കൽ കത്തി തീർന്നതാണ്. ദൈവകോപത്തീയിൽ കത്തി തീർന്ന് പാപത്തിൻ്റെ നേരെയുള്ള ദൈവത്തിൻ്റെ കോപത്തിൻ്റെ തീയിൽ കത്തി അമർന്നതായ കർത്താവായ യേശുക്രിസ്തുവിൽ നീ പ്രവേശിച്ചവിടെ അഭയപ്പെട്ടാൽ, മകനെ നിനക്ക് ശിക്ഷാവിധിയില്ല, നിന്റെ മേൽ ന്യായവിധിയുടെ തീ അടുക്കുകയില്ല. എന്തോരാശ്വാസം സഹോദരങ്ങളെ! ഒരിക്കൽ കത്തി തീർന്നു. യേശു ഒരിക്കൽ ശിക്ഷ അനുഭവിച്ചു. ഒരിക്കൽ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് യേശു കുരിശിൽ പിടഞ്ഞു. യേശുവിൻ്റെ കൈകളും കാലുകളും തുളയ്ക്കപ്പെട്ടു. യേശുവിൻ്റെ ചങ്ക് കുന്തം കൊണ്ട് കുത്തി മുറിവേറ്റ് ചോരയും നീരും ഒഴുകി. യേശുവിൻ്റെ ശിരസിൽ മുൾമുടി വെച്ചു. യേശുവിൻ്റെ പുറം ഒഴുചാല് പോലെ കീറി. ദൈവത്തിൻ്റെ കോപം, പാപത്തിൻ്റെ നേരെയുള്ള കോപം, അത് യേശു ഏറ്റെടുത്തു. പാപത്തിൻ്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു. പാപമില്ലാത്ത ദൈവപുത്രൻ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് ക്രൂശിൽ മരിച്ചു. തന്മൂലം ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവജനമേ, ഇന്ന് ഈ വാക്കുകളെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അരികത്ത് കത്തിയമർന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് ധ്യാനിക്കാം. ഒരിക്കൽ ഗോകുൽത്തായിലെ കുരിശിൽ വെന്തമർന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് ഇപ്പോൾ വിശ്വാസ കണ്ണുകൾ ഉയർത്തി നോക്കാം. നിങ്ങളുടെ ആന്തരിക കണ്ണുകൾ ഉയർത്തി ഗോകുൽത്തായിലെ കുരിശിൽ മൂന്നാണികളിൽ തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് ധ്യാനിക്കാം. പാപത്തിൻ്റെ ശിക്ഷ വഹിച്ചുകൊണ്ട്, പാപിയുടെ ശിക്ഷ ഏറ്റുകൊണ്ട് കുരിശിൽ പിടഞ്ഞ ക്രിസ്തുവിനെ നിങ്ങൾ കൈക്കൊള്ളുമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മേൽ നിന്ന് എല്ലാ ശിക്ഷകളും മാറും, എല്ലാ ന്യായവിധികളും മാറും. ആരും ഭയപ്പെടേണ്ട, പാപത്തെ ഓർത്ത് ആരും നിരാശപ്പെടേണ്ട. പാപം സംഭവിച്ചു പോയല്ലോ, ഇനി എന്തു വേണ്ടു എന്നോർത്ത് ആരും തളരേണ്ട. ദൈവമക്കളെ, പാപത്തിൻ്റെ ശിക്ഷ കർത്താവായ യേശുക്രിസ്തു വഹിച്ചു കഴിഞ്ഞു. പാപി ഏൽക്കേണ്ട ശിക്ഷ അവിടുന്ന് വഹിച്ചു കഴിഞ്ഞു. ഞാൻ എന്ന് പറയുന്ന പാപിയായ മനുഷ്യൻ നിത്യതയിൽ ഏൽക്കേണ്ടതായ കഠോരമായ നരകത്തിൻ്റെ ഭീകരമായ ശിക്ഷ യേശുക്രിസ്തു എനിക്ക് വേണ്ടി വഹിച്ച് എന്നെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞു. സഹോദരീ സഹോദരങ്ങളെ, ക്രിസ്തുവിനെ നിങ്ങളിപ്പോൾ ഒന്ന് നോക്കുമോ? നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന ക്രിസ്തുവിനെ നിങ്ങളൊന്ന് കാണുമോ? ക്രിസ്തുവിനോട് നിങ്ങളൊന്ന് യാചിക്കുമോ? നാഥാ, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏൽക്കാൻ അവിടുന്ന് ക്രൂസിൽ മരിച്ചല്ലോ. ഞാനിതാ ഒരു കാര്യം തീരുമാനിക്കുന്നു. എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച യേശുവേ, ഇതാ നീ കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ ഈ മാറിൽ തല ചായ്ക്കണമേ. എൻ്റെ ഈ ഹൃദയത്തിൽ നീ അധീശനായി വാഴണമേ.
നാഥ, ഞാനിതാ എൻ്റെ സ്വയത്തെ ക്രൂസിൽ അർപ്പിക്കുന്നു, എൻ്റെ ജഡത്തെ ക്രൂസിൽ അർപ്പിക്കുന്നു, എൻ്റെ ലോകസ്നേഹത്തെ ക്രൂസിൽ അർപ്പിക്കുന്നു, എന്നെ തന്നെ ക്രൂസിൽ അർപ്പിക്കുന്നു, എൻ്റെ പാപമയമായ ജീവിതത്തെ ക്രൂസിൽ അർപ്പിക്കുന്നു. നാഥ, ഇന്നു മുതൽ ഉയർത്തെഴുന്നേറ്റൊരു മനുഷ്യനായി ഞാൻ ജീവിക്കും. പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കുന്ന ഒരു പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കും. ദൈവത്തോട് ആരെല്ലാം വാക്ക് പറയും, ദൈവകരങ്ങളിലേക്ക് ആരെല്ലാം ഏൽപ്പിക്കും, ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹത്തെ ആരെല്ലാം വിശ്വസിക്കും. മകനെ, ക്രിസ്തുവിനെ കൊടുക്കൂ നിന്റെ ജീവിതത്തെ. മകളെ, ക്രിസ്തുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കൂ നിന്റെ ഭാവിയെ. യേശു നിന്റെ ജീവിതം ഏറ്റെടുക്കട്ടെ. യേശു നിന്നെ കഴുകട്ടെ. യേശുവിൻ്റെ തിരുരക്തം നിനക്ക് മുദ്രയായി ലഭിക്കട്ടെ. യേശുവിൻ്റെ ആത്മാവ് നിന്റെ ഉള്ളത്തിലേക്ക് ഇറങ്ങി വരട്ടെ. യേശുവിൻ്റെ ജീവന്റെ ആത്മാവ് നിനക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരട്ടെ. യേശുവിൻ്റെ ആത്മാവ് ശിക്ഷകളിൽ നിന്നും ന്യായവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം തന്ന് നിന്നെ സ്വർഗീയ തേജസ്സിനായി ഒരുക്കട്ടെ. സ്വർഗീയ വിശുദ്ധി നിന്റെ മേൽ പകരട്ടെ. സ്വർഗീയ കൃപകളും വാഴ്വുകളും നിനക്ക് നൽകട്ടെ. സ്വർഗീയ നന്മകൾ നിന്റെ മേൽ പകരട്ടെ. സ്വർഗീയ അനുഗ്രഹങ്ങളാൽ ദൈവം നിന്നെ നിറയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദാദാ, ഞങ്ങളുടെ പാപത്തിന് ശിക്ഷയേറ്റ് ക്രൂസിൽ മരിച്ച യേശുവിനെ കാണാൻ, ധ്യാനിക്കാൻ, യേശുവിനെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് തന്ന സൗഭാഗ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കരുണയുള്ള കർത്താവേ, ഈ സമയത്ത് വചനം കേട്ട് എല്ലാവരെയും അവിടുന്ന് ആശീർവദിക്കണമേ. വചനം കേൾക്കുകയും വചനം കേട്ട് തീരുമാനമെടുക്കുകയും ചെയ്തവരുടെ ശിരസിൽ അവിടുത്തെ ആണിപ്പാടുള്ള കരം വയ്ക്കണമേ. തൃക്കരം വെച്ച് ആശീർവദിക്കണമേ. തിരുകൃപ പകരണമേ. കൃപയിൽ ഈ ജനത്തെ അവിടുന്ന് പൊതിയണമേ. വചനം കേട്ട് എല്ലാവരെയും അവിടെ തിരുമാറിൽ അടക്കി പിടിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ.